ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച. കൊലപാതകത്തിൽ പങ്കില്ലാത്ത വ്യക്തിയെ കൊലക്കുറ്റത്തിന് ജയിലിലടച്ചു. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയതോടെ റിമാൻഡിൽ കഴിയുന്ന നിരപരാധിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. ഒരാഴ്ച മുമ്പാണ് തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ തനിയെ താമസിക്കുന്ന 60 വയസ്സുകാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. 4 ദിവസത്തിനു ശേഷം ഒറ്റപ്പന സ്വദേശിയായ അബൂബക്കറാണ് കേസിലെ പ്രതിയെന്ന് അമ്പലപ്പുഴ പോലീസ് വിധിയെഴുതി. കോടതിയിൽ ഹാജരാക്കിയ അബൂബക്കറിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പ്രതിയെ ഇന്നലെ ആദ്യം 2 ദിവസം ഞങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. സാക്ഷികളായിട്ട് ചോദ്യം ചെയ്താണ്. കുറ്റം സമ്മതിച്ചു. തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധന നടത്തിയതിനു ശേഷം പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി നടത്തിയ തുടരന്വേഷണത്തിൽ കൊലപാതകി അബൂബക്കർ അല്ലെന്ന സത്യം പോലീസ് മനസ്സിലാക്കി. സ്ത്രീയുടെ വീട്ടിൽ മോഷ്ടിക്കാനെത്തിയ തൃക്കുന്നപ്ര സ്വദേശി സെയിൻ ലാബ്ദിനും ഭാര്യ അനീഷയുമാണ് കൊല നടത്തിയതെന്ന് തെളിഞ്ഞു. ഇതോടെ പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തു. അബൂബക്കറിനെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി. അബൂബക്കറിൻ്റെ എൻട്രി അറൗണ്ട് ഒരു 11-12 o'clock ഒരു എൻട്രി ഉണ്ട്. അബൂബക്കറിൻ്റെ കൺസിഡറബിൾ ടൈം അവിടെ ചെലവഴിക്കുന്നു. കൺക്ലൂസീവ് സൈൻ ലാബ്ദിനും വൈഫുമാണ് ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണെങ്കിലും അബൂബക്കർ കുറ്റം സംബന്ധിച്ചുകൊണ്ടാണ് കൊലക്കുറ്റം ചുമത്തിയതെന്നാണ് വിശദീകരണം. നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകമാണ്. 24 ആലപ്പുഴ.